എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 27 മാർച്ച് 2025 ഇന്നത്തെ പഞ്ചാംഗം. രാഹുകാലം, ഭാഗ്യസമയം, ഭാഗ്യനക്ഷത്രം, അഭിജിത് മുഹൂർത്തം, ഭാഗ്യസംഖ്യ എന്നിവയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കൊല്ലവർഷം 1200 മീനമാസം 13 തീയതി വ്യാഴാഴ്ച ദിവസം, ത്രയോദശി തിഥി 11:03 PM വരെ, തുടർന്ന് ചതുർദശി തിഥി. ചതയ നക്ഷത്രം പൂർണ്ണമായിട്ടും ഉണ്ട്. ആനക്കരണം 12:27 PM വരെ, തുടർന്ന് പശുക്കരണം. സാധ്യനാമ നിത്യോഗം 9:24 AM വരെ, തുടർന്ന് ശുഭം നാമ നിത്യോഗമാണ്. 6:26 AM ഉദയവും 6:29 PM അസ്തമയവും സംഭവിക്കുന്നു. രാഹുകാലം 1:57 PM മുതൽ 3:28 PM വരെയും, യമഖണ്ഡകാലം 6:26 AM മുതൽ 7:56 AM വരെയും, ഗുളികകാലം 9:26 AM മുതൽ 10:57 AM വരെയും ആവുന്നു. അതെ, പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്. മേടക്കൂറുകാർക്ക് 11:26 AM മുതൽ 12:26 PM വരെയും, ഇടവക്കൂറുകാർക്ക് 2:26 PM മുതൽ 3:25 PM വരെയും, മിഥുനക്കൂറുകാർക്ക് 3:25 PM മുതൽ 4:25 PM വരെയും, കർക്കിടകക്കൂറുകാർക്ക് 11:26 AM മുതൽ 12:26 PM വരെയും, ചിങ്ങക്കൂറുകാർക്ക് 1:26 PM മുതൽ 2:26 PM വരെയും, കന്നിക്കൂറുകാർക്ക് 7:27 AM മുതൽ 8:27 AM വരെയും, തുലാക്കൂറുകാർക്ക് 2:26 PM മുതൽ 3:25 PM വരെയും, വൃശ്ചികക്കൂറുകാർക്ക് 4:25 PM മുതൽ 5:25 PM വരെയും, ധനക്കൂറുകാർക്ക് 11:26 AM മുതൽ 12:26 PM വരെയും, മകരക്കൂറുകാർക്ക് 8:27 AM മുതൽ 9:27 AM വരെയും, കുംഭക്കൂറുകാർക്ക് 2:26 PM മുതൽ 3:25 PM വരെയും, മീനക്കൂറുകാർക്ക് 11:26 AM മുതൽ 12:26 PM വരെയാണ് പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങൾ. എന്നിട്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള നക്ഷത്രങ്ങൾ 5 നക്ഷത്രങ്ങളാണ്: ആയില്യം, അത്തം, അനിഴം, ഉത്രാടം, പോരുരുട്ടാതി. എന്നിട്ട് അഭിജിത് മുഹൂർത്തത്തിന് ഒന്നാം ഭാഗം 12:02 PM മുതൽ 12:24 PM വരെയും, രണ്ടാം ഭാഗം 12:28 PM മുതൽ 12:50 PM വരെയും ആവുന്നു. ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സംഖ്യകളാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്. മേടക്കൂറുകാർക്ക് 40:11, ഇടവക്കൂറുകാർക്ക് 38:26, മിഥുനക്കൂറുകാർക്ക് 56:72, കർക്കിടകക്കൂറുകാർക്ക് 19:48, ചിങ്ങക്കൂറുകാർക്ക് 25:89, കന്നിക്കൂറുകാർക്ക് 16:20, തുലാക്കൂറുകാർക്ക് 93:81, വൃശ്ചികക്കൂറുകാർക്ക് 10:32, ധനക്കൂറുകാർക്ക് 76:19, മകരക്കൂറുകാർക്ക് 62:35, കുംഭക്കൂറുകാർക്ക് 18:56, മീനക്കൂറുകാർക്ക് 9:24 എന്നിവയാണ് പൊതുവെ ഗുണകരമായിട്ടുള്ള സംഖ്യകൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ്. ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണം ഇതിന് യാതൊരു ബന്ധമില്ലെന്ന് അറിയിക്കുന്നു. നന്ദി.